ഫിഷ് ആൻഡ് ടോപ്സാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ എല്ലാം പാഠമായിരിക്കട്ടെ എന്നതിനെക്കുറിച്ചാണ്. പ്രധാനമായും നമുക്കറിയാം, ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് മൊത്തം ഒരു യുദ്ധ അന്തരീക്ഷത്തിലാണ്. പല ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പുറം ലോകം അത്ര കണ്ട് അറിയുന്നില്ല, അത്ര കണ്ട് അറിയിക്കുന്നില്ല. പ്രധാനമായി ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട് വിട്ട് മറ്റെവിടെ പോയിരുന്നാലും നാം ഒരിക്കലും, ഒരു പഴഞ്ചൊല്ലുണ്ട്, നാട് മറന്നാലും മൂട് മറക്കരുത്. അത് വലിയൊരു ശരിയായ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ അറിയാൻ സാധിച്ച കാര്യങ്ങൾ, ഗൾഫ് മേഖലയിൽ സ്ഥിരമായി താമസിക്കാനും നാട്ടിലുള്ള വസ്തുവകൾ വിറ്റ് ആ തുകയും കൂടി സ്വരൂപിച്ച് ഗൾഫിൽ സ്വന്തം പാർപ്പിടങ്ങൾ ഒരുക്കിയ ഒത്തിരി മലയാളി സുഹൃത്തുക്കളുണ്ട്. അവർ അവിടെ സ്ഥിരം താമസമാകുകയും ജോലി ചെയ്യുകയോ ബിസിനസ് ചെയ്യുകയോ, ഒപ്പം അവരുടെ കുട്ടികളെ മറ്റു പല രാജ്യങ്ങളിലും ഹയർ സ്റ്റഡീസിനായി അയക്കുന്നു. ഇതിൽ സംഭവിക്കുന്നത്, ഈ കുട്ടികൾ നാടുമായിട്ട് വലിയ ബന്ധമുണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ഇവരുടെ പാരൻസ് ഉണ്ടാക്കിയ വസ്തുവകളെല്ലാം സെയിൽ ഔട്ട് ചെയ്തിട്ടാണ് ഇവർ മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറുന്നതും സെറ്റിലാകുന്നതും. പ്രത്യേകിച്ച് ആൾക്കാർ ദുബൈ ഇഷ്ടപ്പെടുന്നത് ഒരു ക്വൈറ്റ് രാജ്യമാണ്, സമാധാനപ്രിയരാണ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അങ്ങനെ നല്ലൊരു അന്തരീക്ഷമാണ് മനുഷ്യനെ അങ്ങടേക്ക് ആകർഷിക്കുന്നത്. എന്നാൽ നാം എപ്പോഴും ചിന്തിക്കേണ്ടത്, ഏത് സമയത്തും നാം ജനിച്ച നാട്ടിൽ കിട്ടുന്ന സ്വാതന്ത്ര്യവും ആ ഒരു സംവിധാനവും ആ ഒരു അന്തരീക്ഷം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും നമുക്ക് കിട്ടില്ല. കാരണം ആ നാട്ടുകാർക്ക് നാം ഒരു വരുത്തരാണ്, ആ ഒരു ടൈറ്റിലേ കാണത്തുള്ളൂ. ഒരു വ്യത്യസ്ത രീതിയിൽ തന്നെ ആയിരിക്കും അവർ നമ്മെ കാണുന്നത്. നമുക്ക് എത്ര വർക്ക് പെർമിറ്റ് ഉണ്ടായിരുന്നാലും റെസിഡൻസ് പെർമിറ്റ് ഉണ്ടായിരുന്നാലും ഈ ഒരു ചിന്താഗതി അവരിൽ ഉണ്ടാകും. ഇനി എനിക്ക് ആകെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങളെല്ലാ വസ്തുക്കൾ വിറ്റാലും അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞു റൂമും ഒരു കുഞ്ഞു സ്ഥലമെങ്കിലും നിങ്ങൾ ബാക്കി വയ്ക്കുക. കാരണം ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് വെച്ച് നാളെ എന്താണ് സംഭവിക്കാമെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. എൻ്റെ ചെറിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ ദുബൈയിൽ, മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ സംഭവിച്ചത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഒരു യുദ്ധാന്തരീക്ഷം അവിടെ ഉണ്ടാകും. ഈ രീതിയിൽ ഒക്കെ നമുക്ക് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. അത്യാവശ്യത്തിന് നമ്മുടെ നാട്ടിലെത്താനുള്ള ഫ്ലൈറ്റ് സർവീസ് വരെ റെഗുലർ ഇല്ലാത്ത ഒരവസ്ഥയിൽ നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓരോ ഹാഫ് ആൻ അവർ 1 അവറും ഗൾഫിൻ്റെ നാനാഭാഗത്തുള്ള ഭാഗങ്ങളിലേക്ക് പോകാനും ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റുകൾ ഉള്ളത് ഇപ്പോൾ നിശേഷം ചെയ്തിരുന്ന കഷ്ടിച്ച് ഒരു 50% ഫ്ലൈറ്റ് മാത്രമാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതൊന്ന്. ഇനി മറ്റൊന്നുള്ളത്, ഒരു പക്ഷേ നാം സെറ്റിലായ രാജ്യത്ത് നിന്ന് പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ വിട പറയേണ്ടി വന്നാൽ, അന്ന് നമ്മൾ തിരിച്ചെത്തുന്നത് നമ്മുടെ നാട്ടിലാണ്. അന്ന് നമ്മളൊരു അഗതിയായിട്ടായിരിക്കില്ല വരേണ്ടത്. നാം വരേണ്ടത് നമ്മുടെ സ്വന്തം ദേശത്തിലേക്കുള്ളതാണെന്നതും. അത് ഒരു അതിഥിയായിട്ടും അല്ലെങ്കിൽ ഒരു അഗതിയായിട്ട് വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു സാഹചര്യം ദയവ് ചെയ്ത് ഈ മറ്റു രാജ്യങ്ങളിൽ സെറ്റിലാകുന്നവർ ചിന്തിക്കുക. നിങ്ങൾക്ക് വിഷമില്ല, നാളെ നിങ്ങളുടെ കാലം കഴിഞ്ഞ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവർക്ക് പോകേണ്ട ഒരു സ്ഥലം ഒരുക്കി വയ്ക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. ഇത് മുന്നിൽ കാണുക. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, വാട്ട് ദ ഹെൽ വി ആർ ഡൂയിങ്, ഇറ്റ്സ് നത്തിങ് ഇൻ ഐ സി. ജനിച്ച നാട്, ബട്ട് ഇറ്റ്സ് നോ ജോബ്, നത്തിങ്. ഇറ്റ് ഈസ് എ ഗുഡ് കൺട്രി, ഗുഡ് ക്ലീൻ കൺട്രി, എവറിത്തിങ്. ഇറ്റ് ഈസ് ഓക്കെ, നല്ലതാണ്, ഒക്കെയാണ് പറഞ്ഞെല്ലാം ശരി. ഇറ്റ്സ് എ വെൽ എൻഷുർഡ്, ഇറ്റ്സ് എ ഗുഡ് സേഫ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും
നിങ്ങൾക്കറിയാം ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, അമേരിക്കയിൽ എന്താണ് സംഭവിക്കുന്നത്, യു കെയിൽ എന്താണ്, കാനഡയിൽ എന്താണ്, ഓസ്ട്രേലിയ എന്താണ്, എല്ലാ രാജ്യങ്ങളും അവിടെ ഒരു 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 വ്യത്യാസം രൂപപ്പെട്ടു വരികയാണ്. ആ നാട്ടിലുള്ളവർക്ക് അന്യനാട്ടുകാരെ ഒട്ടും ഇഷ്ടമല്ല. നമ്മുടെ നാട്ടുകാർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് അവിടെ ജീവിക്കുന്നത്, അവർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. പക്ഷേ അതൊന്നും അവരറിയില്ല. അവർ പറഞ്ഞ് അവരുടെ സമ്പത്തെല്ലാം അടിച്ചു മാറ്റാൻ നമ്മളാണ്. ഇപ്പോൾ തന്നെ എത്രയോ ഈ ദുബൈയിൽ തന്നെ ഇപ്പോൾ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായി തുടങ്ങിയ മിഡിൽ ഈസ്റ്റിൽ. കാരണം മിഡിൽ ഈസ്റ്റ് ഇന്ത്യയോട് എന്താവശ്യപ്പെടുന്നു അത് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയില്ല ഇന്ത്യ. കാരണം ഇന്ത്യ ഒരു ചേരാ രാജ്യം പോലെ നിലകൊള്ളുന്നതാണ്. നമ്മുടെ പോളിസി എങ്ങനെയാണ്, നമുക്കാർക്കും ശത്രുക്കളുമില്ല മിത്രങ്ങളുമില്ല, ബട്ട് വി ആർ ഫ്രണ്ട്ലി. ഇപ്പോൾ നമ്മൾ ഇറാനുമായിട്ട് നല്ല കണ്ടീഷൻസാണ്, നല്ല ബന്ധമാണ്, ഇസ്രയേലുമായിട്ട് നല്ല ബന്ധമാണ്, അതിലെല്ലാത്തിലുപരി മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധമാണ്, എല്ലാ രാജ്യക്കാരായിട്ട് ബന്ധപ്പെടും. ഇപ്പോൾ വന്നിരിക്കുന്ന സിറ്റുവേഷൻ മിഡിൽ ഈസ്റ്റ് ഇറാനെ ഉപദ്രവിക്കാം, ഇറാൻ്റെ ശക്തി ക്ഷയിപ്പിക്കണം, അതിന് ഇന്ത്യയുടെ സഹായം, ഇന്ത്യയുടെ സപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് പറയുന്നു. നമ്മളിപ്പോൾ യഥാർത്ഥ ഒരു ഡൈലമിലാണ്. ഒരു ശരിയായ തീരുമാനമെടുത്താൽ ഒരുപക്ഷെ ഒരു കൂട്ടർക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങൾ നാം നോക്കണം. ഏതാണ്ട് 1 കോടിയിലധികം ആൾക്കാർ ഇന്ന് ഗൾഫിൽ ജോലി ചെയ്യുകയാണ്. നാളെ അവരുടെ ഭാവി കൂടി സുരക്ഷിതം കൂടി ഉറപ്പ് വരുത്തിയിട്ടായിരിക്കണം നമ്മൾ ഒരേ തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനം തെറ്റായെന്നും വരാം. നാം നോക്കേണ്ടത് നമ്മുടെ ജനതയാണ്, നമ്മുടെ ജനങ്ങളെയാണ്. 1 കോടി ആൾക്കാർ ഒരു ആൾ ഓഫ് ദ സഡൻ നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തിയാൽ, ഇന്ത്യയിൽ തിരിച്ചെത്തിയാൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷേ ഇത് മുന്നിൽ കാണുക. എപ്പോഴെങ്കിലും ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുന്ന നമ്മളെല്ലാവരും ധരിച്ചിരിക്കണം. അന്ന് നാം ഗവൺമെൻറ്റിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളോടൊന്ന് പറയുന്നു, നിങ്ങൾ എവിടെ സെറ്റിൽ ചെയ്താലും നിങ്ങളുടെ സ്വന്തം നാട്ടിൽ ഒരു പക്ഷേ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അന്തസ്സായിട്ട് വരണം. അവിടെ നിങ്ങൾക്കൊരു കിടപ്പാടും ഉണ്ടാകും. ആ ഒരു സംവിധാനം നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് അങ്ങനൊരു കിടപ്പാട് നിങ്ങളില്ലെങ്കിൽ എന്തിനാണ് അവിടെ കിടപ്പാടൊന്നും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കുഴപ്പമില്ല. അതുണ്ടെങ്കിലും അതിനെ ടേക്ക് കെയർ ചെയ്യാനും അതിനുള്ള സംവിധാനം ഉണ്ടാകും, അതിനുള്ള കമ്പനിക്കാരുണ്ട്. നിങ്ങളതിനെ മെയിൻറ്റെയിൻ ചെയ്യാനോ ക്ലീൻ ചെയ്യാനോ അതെല്ലാം അവിടെ സൂക്ഷിക്കുക. അപ്പോൾ വർഷത്തിലൊരിക്കോ 2 വർഷത്തിലൊരിക്കോ നിങ്ങളുടെ കുട്ടികളുമായി നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ വരാം. ഇല്ലാതെ ഈ കുട്ടികൾ ജനിക്കുന്നവിടെ, വളരുന്നതവിടെ, പഠിക്കുന്നതവിടെ, ഈ നാടുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു സാഹചര്യം ദയവ് ചെയ്ത് കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കരുത്. പേരൻസ് അത് വളരെ ശ്രദ്ധിക്കണം. ഒപ്പം നാം എന്ത് ചെയ്താലും നമുക്കൊരു അടിസ്ഥാനപരമായ ഒരു ബേസ് നമുക്കുണ്ടാകണം. ഞാൻ ലോകത്തിൻ്റെ പല ഭാഗത്തും ട്രാവൽ ചെയ്തതാണ്. നിങ്ങൾ എവിടെ പോയാലും ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യം, എസ്പെഷ്യലി കേരളം, ഇതുപോലുള്ളൊരു സ്ഥലം നമുക്ക് ഒരു രാജ്യത്തും ഒരിടത്തും നമുക്ക് കിട്ടില്ല. നമുക്ക് ട്രെയിൻ എടുത്ത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നമുക്ക് സഞ്ചരിക്കാം. ആരും ഒന്നും ചോദിക്കില്ല. ബിക്കോസ് വി ആർ ഇന്ത്യൻസ്. മറിച്ച് അമേരിക്കയിൽ പോയാൽ എവിടെ പോയാൽ അതിന് ഒത്തിരി നിബന്ധനകളുണ്ട്. നമുക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട്. ഈവൻ ഗൾഫിലായാലും ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട്. അത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ സേഫ്റ്റി പാർട്ട് ഓഫ് സേഫ്റ്റിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ വലിയ ഉണ്ടോ? ഇല്ല. ഇവിടെ എത്ര ജാതിക്കാർ, എത്ര ഭാഷക്കാർ, എത്ര സംസ്കാരം, എന്തൊക്കെയാണ്, എന്ത് കൾച്ചറൊക്കെയാണ്. ഇതൊക്കെയാണെങ്കിലും നാം ഇന്നും സൗഹാർദ്ദത്തോടെ നാം ജീവിച്ചു പോകുന്നു. ഓക്കെ, കൊച്ചു ബുദ്ധിമുട്ടുകളുണ്ടാകും. അത് എല്ലാ രാജ്യത്തും ഉണ്ടാകും, എല്ലാ മതസ്ഥരിലും ഉണ്ടാകും, എല്ലാ പാർട്ടിക്കാരിലും ഉണ്ടാകും, എല്ലാ ഭരണ കേന്ദ്രങ്ങളിലും ഉണ്ടാകും. സാധാരണ അത് ഒരു ഇവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഇന്ന് ഗൾഫിലുണ്ടായ ഈ ഒരു അന്തരീക്ഷം നാം ഒരിക്കലും മുമ്പ് പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ ഇനി പുറം രാജ്യങ്ങളിൽ നമ്മൾ സെറ്റിൽ ചെയ്യുമ്പോൾ നമ്മളവിടുത്തെ എന്തു തന്നെ ആയിരുന്നാലും ഒരു പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിൽ തിരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടായാലും നമുക്ക് അവിടെ പോയാൽ നമുക്കൊരു കുഞ്ഞു കിടപ്പാടമുണ്ടാകണം. ഒരിക്കലും നമ്മളോ നമ്മുടെ കുഞ്ഞുങ്ങളോ അവിടെ ഒരു അതിഥിയായിട്ടോ അല്ല പോകേണ്ടത്. നമ്മുടെ സ്വന്തം നാട്ടിൽ, നമ്മുടെ സ്വന്തം ഭവനത്തിൽ ആയിരിക്കണം. ഇതോർക്കുക. ഈ ഒരു സാഹചര്യം നാം ഓർത്തായിരിക്കണം നമ്മുടെ പുറത്തും നമ്മുടെ സെറ്റിൽമെൻറ്റും പുറത്തെ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ചിന്തിക്കേണ്ടത്.
കുഞ്ഞുങ്ങൾ ജനിച്ച് മരിക്കുന്നതെല്ലാം പുറത്തായിരിക്കരുത്. ഒരിക്കൽ പേരൻസിൻ്റെ നാടും അവരെ കാണിക്കണം. ഇഷ്ടമുണ്ടെങ്കിൽ അവർക്കും അവിടെ സെറ്റിലാകുന്നുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ഓരോ പേരൻസിൻ്റെയും കടമയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കഴിയുന്നവരിലേക്ക് സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.